കർത്താവീശോ മിശിഹായിക്ക് സ്തുതി, നന്ദി, ആരാധന. വിശ്വാസികളുടെ പിതാവ് എന്ന് അബ്രഹാം എന്ന മനുഷ്യൻ അറിയപ്പെടാൻ കാരണം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു സ്വരം ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ച്, ഞാനാണ് ദൈവം, നീ നിന്റെ ഉറ്റവരെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്ത് പോയി പാർക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അല്പം പോലും സംശയിക്കാതെ തൻ്റെ സ്വത്തുവകകളും ബന്ധുമിത്രങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് ഭാര്യയെയും കൂട്ടിക്കൊണ്ട് ദൈവം പറഞ്ഞ നാട്ടിലേക്ക് ഇറങ്ങിത്തിരിച്ചു എന്ന കാരണത്താലാണ്. അബ്രഹാമും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറായും വാർദ്ധക്യത്തിൽ എത്തിയിരുന്നിട്ടും സന്താന സൗഭാഗ്യമില്ലാതിരുന്നു. എന്നാൽ അവരോട് ദൈവം, നിങ്ങളെ ഞാനൊരു വലിയ ജനതയാക്കും എന്ന് വാഗ്ദാനം ചെയ്തു. അതും അവർ വിശ്വസിച്ചു. അങ്ങനെ 100-ാം വയസ്സിൽ അബ്രഹാത്തിനുണ്ടായ മകൻ ഇസഹാക്കിൻ്റെ പുത്രനാണ് യാക്കോബ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന് കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ എന്നാൽ ദൈവം സംരക്ഷിക്കും, ദൈവം യുദ്ധം ചെയ്യും എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. ഇസ്രായേൽ ജനത എണ്ണത്തിൽ വളരെ ചെറിയവരായിരിക്കുമ്പോഴും അവരെ ആക്രമിക്കാൻ പല സ്ഥലങ്ങളിൽ നിന്ന് വൻ ശക്തികൾ വന്നിട്ടും ദൈവം കൂടെ ഉള്ളതിനാൽ അവർ എപ്പോഴും വിജയം കണ്ടിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നാൽ ദൈവകൽപ്പനകൾ ലംഘിക്കുകയും അവർ പാപം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം അവരിൽ നിന്ന് അകന്നു വയ്ക്കുകയും അപ്പോൾ ശത്രുക്കൾ അവരെ അടിമകളാക്കി കൊണ്ടുപോകുന്നതായും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോഴെല്ലാം അവർ കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ദൈവം മനസ്സലിഞ്ഞ് വീണ്ടും അവരുടെ അനുതാപങ്ങൾ കണ്ട് അവരെ സഹായിക്കാൻ എത്തുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. ഇന്നും ഇസ്രായേൽ ജനത ചുറ്റുമുള്ള ശത്രുക്കളാൽ അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്ന് ദാവീദ് രാജാവിൻ്റെ കാലത്ത് അവർ പാടിയ ഈ സങ്കീർത്തനം, 83-ാം സങ്കീർത്തനം, നാമും ഇസ്രായേലിനെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരും കർത്താവിനോട് പ്രാർത്ഥിച്ച് അവരെ ഈ സാഹചര്യത്തിൽ ധൈര്യപ്പെടുത്താനും സഹായിക്കാനും കടപ്പെട്ടവരാണ്. 83-ാം സങ്കീർത്തനം നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥിക്കാം. ദൈവം മനസ്സലിഞ്ഞ് വലിയ ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഇടയാകട്ടെ. 83-ാം സങ്കീർത്തനം ഇസ്രായേലിൻ്റെ വൈരികൾക്ക് എതിരെയുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ മൗനമായിരിക്കരുതേ, ദൈവമേ നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകിമറിയുന്നു, അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു, അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്നവർ പറയുന്നു. അതെ, അവർ ഏകമനസ്സോടെ ദുരാലോചന നടത്തുന്നു, അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു. ഏദോം, ഇസ്മായേലിയർ, മൊവാബ്, ഹഗ്രിയർ, ഗേബൽ, അമ്മോൻ, അമലക്ക്, ടയർ നിവാസികളടക്കം ഫിലിസ്തീയർ എന്നിവർ ഒത്തുചേർന്നു. ലോത്തിൻ്റെ മക്കളുടെ സുശക്തകരമായ അസീറിയായും അവരോട് ചേർന്നു. മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ. കിഷോൺ നദിയിൽ വെച്ച് സിസേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ. അവരെ എൻദോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ, അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ കുലീനരെ ഓറബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ, സൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. ദൈവത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ നമുക്ക് കൈയടക്കാം എന്നവർ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ. അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അവമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ. ആമേൻ.